ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക് തപസ് കാലത്തിലെ 3-ാമത്തെ ഞായറാഴ്ച സുവിശേഷ ഭാഗമായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഈശോ സമരിയാക്കാരിയുമായിട്ട് സംസാരിക്കുന്ന ഭാഗമാണ്. സുവിശേഷത്തിലെ വളരെ മനോഹരമായിട്ടുള്ള ഒരു ഭാഗമാണിത്. ഇതിന് ആമുഖമെന്നോണം നമ്മൾ 1-ാം വായനയായിട്ട് വായിച്ചു കേൾക്കുന്നത് പുറപ്പാട് പുസ്തകത്തിൽ നിന്നുള്ള മോശ മരുഭൂമിയിൽ ഇസ്രായേൽ ജനതയ്ക്ക് ജലം നൽകുന്ന സംഭവമാണ്. ഇവിടെ ഈ ജലം എന്ന് പറയുന്ന കാര്യം നമുക്ക് ഇവിടെ 1-ാം വായനയിലും സുവിശേഷത്തിലും കാണാനായിട്ട് സാധിക്കും. ജീവജലം, മോശ മരുഭൂമിയിൽ ജലം നൽകിയതിനെ കുറിച്ചും ആ ജലം അന്വേഷിച്ച് ഈശോ കിണറ്റിൻകരയിൽ ചെന്നിരിക്കുകയും പിന്നീട് ആ സ്ത്രീക്ക് ഈശോ ജലം നൽകാമെന്ന് പറയുകയും ഞാനാണ് ജീവജലം നൽകുന്നതെന്ന് ഈശോ പറയുകയും ചെയ്യുന്ന ഭാഗമാണ് നമ്മൾ വായിക്കുന്നത്. ഇവിടെ 2-ാമത്തെ വായനയിൽ നമ്മൾ വായിക്കുമ്പോൾ പ്രത്യാശ നമ്മെ നിരാശനാക്കുന്നില്ല എന്ന് പറയുന്ന ആ പ്രത്യാശയുടെ ജൂബിലി വർഷത്തിലെ ആപ്തവാക്യമായിരുന്നു അത്. റോമ 5:5 പ്രത്യാശ നമ്മെ നിരാശനാക്കുന്നില്ല, കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ ചൊരിയപ്പെട്ടിരിക്കുന്നു. പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം ചൊരിയപ്പെടുന്നു. അതാണ് ഈ ജീവജലം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ. അതാണ് 2-ാം വായനയിൽ പറയുന്നത്. എന്നിട്ട് നിങ്ങൾ ഇന്ന് അവിടുത്തെ സ്വരം ശ്രവിച്ചിരുന്നെങ്കിൽ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്, മാസായിൽ മെറീബായിലും പോലെ നിങ്ങൾ ഹൃദയം കഠിനമാക്കരുത് എന്ന് പറയുന്ന വാക്യം നമ്മളവിടെ വായിക്കുന്നു. ഇത്രയുമാണ് നമ്മുടെ വായനാ ഭാഗങ്ങൾ. നമ്മളിവിടെ കാണുന്ന ചില സ്ഥലപ്പേരുകളുണ്ട്. നമ്മൾ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ വായിക്കുന്ന ഒരു സ്ഥലപ്പേര് ഇതാണ്. യേശു സമരിയായിലെ സിക്കാർ എന്ന പട്ടണത്തിൽ എത്തി. ഈ സിക്കാർ എന്ന പട്ടണത്തിൽ വെച്ചാണ് ഇത് സംഭവിക്കുന്നത്. നമ്മൾ ഒന്നാമത് ചിന്തിക്കുന്ന ഒരു വാക്യം സിക്കാർ എന്ന ഒരു പേര് ഹെബ്രായ ഭാഷയിൽ ശക്കാർ എന്ന് പറയപ്പെടുന്ന വാക്കിൽ നിന്നും വരുന്നു. മൂലപദം ശക്കാർ എന്ന വാക്കിന് 2 അർത്ഥങ്ങളാണ്. ഡ്രങ്കൺ അല്ലെങ്കിൽ ലയർ, കുടിയൻ, കുടിച്ച് ഉന്മത്തനായി ഒരു ബോധമില്ലാത്ത കാര്യങ്ങൾ പറയുന്നവൻ അല്ലെങ്കിൽ നുണ പറയുന്നവൻ. ഈ ലയർ എന്ന് പറയുന്നത് സാത്താനെ സൂചിപ്പിക്കാൻ ഈശോ ഉപയോഗിക്കുന്ന വാക്കാണ്. സാത്താൻ നുണയനാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതിങ്ങനെ തെറ്റിക്കിടക്കുന്നൊരവസ്ഥ, ഒരു തെറ്റായ അവതരണത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. ഇതാണ് നമ്മൾ ആ ഒരു അവസ്ഥയാണ് ഈ സ്ഥലപ്പേര് കൊണ്ട് സൂചിപ്പിക്കുന്നത്. സിക്കാറിൽ നടക്കുന്ന സംഭവമാണിത്. നമ്മൾ 1-ാം വായനയിലേക്ക് പോവാം. അവിടെ മോശ മരുഭൂമിയിൽ ഇസ്രായേൽ ജനത്തിന് ജലം നൽകിയിട്ട് ആ ജലം നൽകുന്നതിന് മുമ്പ്, ആ ജലം നൽകുന്ന സമയത്ത് പറയുന്നൊരു കാര്യമുണ്ട്. അപ്പോൾ അതിൽ നിന്നും ജനത്തിന് കുടിക്കാൻ വെള്ളം പുറപ്പെട്ടു. ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാരുടെ സാന്നിധ്യത്തിൽ മോശ അങ്ങനെ ചെയ്തു. ഇസ്രായേലിയർ അവിടെ വെച്ച് കലഹിച്ചതിനാലും കർത്താവ് ഞങ്ങളുടെ ഇടയിൽ ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചത് കൊണ്ടും, അതായത് കലഹിക്കുകയും സംശയിക്കുകയും ചെയ്തു, പരീക്ഷിക്കുകയാണ്. കർത്താവിനെ പരീക്ഷിച്ചതിനാലും മോശ ആ സ്ഥലത്തിന് മാസ എന്നും മെറീബ എന്നും പേരിട്ടു. മാസായിലെയും മെറീബായിലെയും ജലം. ഇനി പേര് വന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് ഓർത്തൊരു കാര്യം, വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയൊരു താക്കോൽ എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടായിരുന്നു. നമ്മുടെ കൊല്ലം രൂപതയിലെ പഴയ മീഡിയ ഡയറക്ടറൊക്കെയാണ് ഫ്രെഡിയാൻ പീറ്ററച്ചൻ്റെ ഒക്കെ ഒരുപാട് നിർദ്ദേശങ്ങളും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട് എനിക്കൊന്ന് കിരൺ എന്നായിരുന്നു ആ ഡയറക്ടറിന്റെ പേരെന്ന് തോന്നുന്നു. അച്ഛൻ്റെ ടീമായിരുന്നു അത്. അതുപോലെ തന്നെ അവരിറക്കിയൊരു സിനിമ, മുരളി ഗോപിയും ഇന്ദ്രജിത്തും 2 വൈദികരായിട്ട് അഭിനയിച്ച വളരെ മനോഹരമായ വൈദികരുടെ ബന്ധത്തിന്റെ ആഴത്തിന്റെ കഥ പറയുന്ന ഒരു സിനിമ. അപ്പൊ ഈ സിനിമയിൽ ഒരു പാട്ടിൽ ഈ മാസായിലെയും മെറീബായിലെയും ജലം എന്ന് പറയുന്നത് വരികളുണ്ട്. സത്യത്തിൽ ആ വരികൾ എഴുതിയത് ഒരു ഹൈന്ദവനാണ്. കുറച്ചുകൂടി വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ, ഞാൻ ക്ലാപ്പന എന്ന് പറയുന്ന ഇടവയിൽ ഇരുന്ന സമയത്ത് അവിടെ വളരെ പ്രസിദ്ധനായിട്ടുള്ള അമൃതാനന്ദമയി എന്നൊക്കെ പറയുന്ന സന്യാസിനിയുടെ സഹോദരനാണ് പാട്ട് എഴുതിയത്. പക്ഷെ ബൈബിള് ഭംഗിയായിട്ട് പഠിച്ചാൽ ഞാൻ അദ്ദേഹമായിട്ട് സംസാരിച്ചപ്പോൾ അതിങ്ങനെ ഈ ഭാഗം വളരെ വളരെ തീഷ്ണതയോടും താല്പര്യത്തോടും കൂടി ഈ ഭാഗത്തെ കുറിച്ച് അദ്ദേഹം ഇങ്ങനെ വാചാലനാകുന്നുണ്ടായിരുന്നു. വളരെ മനോഹരമായൊരു ഭാഗമായത്. ദൈവത്തോട് കലഹിച്ച്, ദൈവത്തെ സംശയിച്ച്, ദൈവം ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ചോദിച്ച് ദൈവത്തെ പരീക്ഷിച്ച് നിൽക്കുന്ന ജനത്തിന് വേണ്ടി ദൈവം ജലം നൽകുന്നു. അപ്പം ആ സ്ഥലത്തിനങ്ങനെ ഈ മനുഷ്യര് ദൈവത്തെ പരീക്ഷിച്ചല്ലോ, ഈ മനുഷ്യര് ദൈവത്തോട് കലഹിച്ചല്ലോ. മാസ എന്ന വാക്കിന്റെ അർത്ഥം പരീക്ഷിച്ചു എന്നാണ്. മെറീബ എന്ന വാക്കിന്റെ അർത്ഥം കലഹിച്ചു എന്നാണ്.
ഈ വാക്കൊക്കെ അദ്ദേഹം ഇങ്ങനെ വളരെ കാര്യമായിട്ട് ഇങ്ങനെ എനിക്ക് ഒരു തിയോളജിയൻ പറയുന്ന പോലെ അദ്ദേഹം എന്നോട് സംസാരിക്കുന്നുണ്ട്. ഒരു ഹൈന്ദവനാണ് സംസാരിക്കും. അപ്പൊ അതിന് ഒരുപാട് പേരെ സ്വാധീനിച്ചിട്ടുള്ള ബൈബിൾ ഭാഗം കൂടിയായിരുന്നു. ഈ വാക്കുകൾ നമ്മുടെ മനസ്സിൽ വയ്ക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ സിക്കാറിന്റെ അർത്ഥം നമ്മൾ പറഞ്ഞു. അതുപോലെ മാസ മെറീബ, പരീക്ഷിക്കുക, കലഹിക്കുക, ഇതാണ് ഈ വാക്കുകൾ. നമുക്ക് സുവിശേഷത്തിലേക്ക് വരാം. സുവിശേഷത്തിലേക്ക് വരുമ്പോൾ ഈ സംഭവം നടക്കുന്നത് 6-ാം മണിക്കൂറിലാണ്. 6-ാം മണിക്കൂർ എന്ന് യഹൂദർ പറയുമ്പം അത് യഥാർത്ഥത്തിൽ നമ്മുടെ സമയം അനുസരിച്ച് ഉച്ചയ്ക്ക് 12 മണി. ഉച്ചയ്ക്ക് 12 മണിക്ക് ഈ സ്ത്രീ വെള്ളം കോരാൻ കിണറ്റിൻകര വന്ന് നിൽക്കുമ്പോൾ നടക്കുന്ന കാര്യമാണ്. ഈ കിണറ്റിൻകര വെള്ളം കോരാൻ വരുന്ന സ്ത്രീ 12 മണി സമയം, ഇതൊക്കെ പ്രധാനപ്പെട്ടതാണ്. അതായത് എന്തിനിവള് 12 മണിക്ക് വെള്ളം കോരാൻ വന്നു? ഈ നട്ടുച്ച നേരത്ത്, ആ പാട്ടെങ്ങനെയുള്ള നട്ടുച്ച നേരത്ത് എന്ന് പറഞ്ഞൊരു ഈ സമരിയാക്കാരിയെ കുറിച്ച് മനോഹരമായ പാട്ടൊക്കെ ഉണ്ട്, വളരെ പഴയ. അപ്പൊ ഇത് വ്യക്തമാണ്. ഈ നട്ടുച്ച നേരത്തെ അവൾ വരുന്നതിന്റെ കാരണം എന്ന് പറയുന്നത്, ഇവൾക്ക് പരസ്യമായിട്ട് ജനങ്ങള് വെള്ളം കോരാൻ വരുന്ന സമയത്ത് വരാൻ പറ്റാത്ത വണ്ണം ഇവൾ അത്രയ്ക്കും അപമാനിതയാണ്, അല്ലെങ്കിൽ അത്രയ്ക്കും മോശമായിട്ടുള്ള ജീവിതത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈശോ പിന്നെ സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട്. ഈശോ പറയുന്ന ആ വാക്യം നമ്മൾ ശ്രദ്ധിക്കണം. ഈശോയോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോൾ ഉള്ളവൻ നിന്റെ ഭർത്താവ് അല്ല. അപ്പൊ 6 ഭർത്താക്കന്മാര്. ആൻഡ് ദ 7th one ഈസ് ദ ഒറിജിനൽ. ഏഴാമതൊരു മണവാളൻ വരാനുണ്ട്. നമ്മൾ ഈ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 2-ാം അധ്യായത്തിൽ കാനായിലെ കല്യാണം നടക്കുമ്പോൾ ഇത് പറയുന്നുണ്ട്. ഈ കാനായിലെ കല്യാണവും പ്രണയവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടതിന്റെ ഒരു പശ്ചാത്തലത്തിൽ ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഇത് യഥാർത്ഥത്തില് 6 ശുദ്ധീകരണത്തിനുള്ള 6 കൽഭരണികൾ ജലം നിറയ്ക്കാൻ ഈശോ ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ കൽഭരണികൾ ജലം നിറയ്ക്കുന്നു. അപ്പൊ അഗസ്തീനോസ് പറയുന്നുണ്ട്, അവിടെ 6 കൽഭരണികൾ മാത്രമേ ഉള്ളൂ. വേർ ഈസ് ദ 7th jar? 7ാമത്തെ കൽഭരണി എവിടെ? എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, യോഹന്നാന്റെ സുവിശേഷത്തില് അവസാനം 19-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ആ 7ാമത്തെ കൽഭരണി കുത്തിപ്പൊട്ടിച്ച് അവിടെ നിന്നും ജലവും രക്തവും പുറത്തേക്ക് ഒഴുകിയതിനെ കുറിച്ച്. അതിനെക്കുറിച്ചാണ് ഈ കലവറക്കാരൻ പറയുന്നത്. ഏറ്റവും രുചികരമായ വീഞ്ഞ് അവസാനത്തേക്ക് മാറ്റി വെച്ചല്ലോ എന്ന് പറഞ്ഞ് ആ വീഞ്ഞിന്റെ രുചിയെക്കുറിച്ച് പറയുന്ന 7ാമത്തെ കൽഭരണിലെ വീഞ്ഞിനെ കുറിച്ചാണ് അഗസ്തീനോസ് പറയുന്നുണ്ട്. നമുക്ക് ഇവിടെ 7ാമത്തെ മണവാളനെ കുറിച്ചാണ് പറയുന്നത്. 7ാമത്തെ മണവാളൻ, അവനാണ് പെർഫെക്റ്റ്, ഉത്തമ മണവാളൻ എന്ന് പറയുന്നത്, പെർഫെക്റ്റ് ബ്രൈഡ് ഗ്രൂം. അപ്പൊ ഈ ഉത്തമ മണവാളൻ എന്ന് പറയപ്പെടുന്ന ക്രിസ്തു. നമ്മൾ ഈ സുവിശേഷത്തിലേക്ക് എത്തുമ്പോൾ ഇതിന് തൊട്ടു മുമ്പുള്ള സുവിശേഷ ഭാഗത്ത് നമ്മൾ യഥാർത്ഥത്തിൽ ഈ ഒരു മണവാളിനെ കുറിച്ച് പറയുന്നുണ്ട്. നമ്മൾ ആ 4-ാം അധ്യായത്തില് ഈ സമരിയക്കാരിയുടെ കഥ പറയുന്ന ഈ സംഭവം പറയുന്നിടത്ത് 3-ാം അധ്യായം അവസാനിക്കാറുമ്പോൾ നമ്മൾ ഈശോ പറയുന്നുണ്ട്, 3-ാം അധ്യായം 29-ാം വാക്യം, മണവാട്ടി ഉള്ളവനാണ് മണവാളൻ, മണവാട്ടി ഉള്ളവനാണ് മണവാളൻ. അടുത്തു വന്ന് മണവാളിനെ ശ്രമിക്കുന്ന സ്നേഹിതൻ അവന്റെ വളരെയധികം സ്വരത്തിൽ വളരെയധികം സന്തോഷിക്കുന്നു, അതുകൊണ്ട് എൻ്റെ സന്തോഷം ഇപ്പോൾ പൂർണ്ണമായിരിക്കുന്നു. അപ്പൊ ഇങ്ങനെ ആ മണവാട്ടിയുടെ അടുത്ത് എത്താറായി എന്ന് പറയാം. എന്താണ് ഈ സമരിയാക്കാരി? മണവാട്ടി എന്നുള്ളതല്ല, സമരിയാക്കാരി ഒരു പ്രതീകമാണ്. സമരിയാക്കാരി എന്ന് പറയുന്ന വ്യക്തിയിലൂടെ ഈശോ ഒരു ഉപമ, ഒരു എന്താണ് പറയുന്നത്, ഒരു ഉപമ ചെയ്ത് കാണിക്കുക. ഈശോയുടെ ഉപമകളുടെ പ്രത്യേകത, ഈശോ പറഞ്ഞ കഥകൾ മാത്രമല്ല ഉപമ, ഈശോ ചെയ്ത കാര്യങ്ങൾ ഉപമയായിട്ട് വരുന്നുണ്ട്. ഇവിടെ ഈശോ ചെയ്യുന്ന ഈ കാര്യത്തിൽ ഈ ഉപമ വരികയാണ്. യഥാർത്ഥത്തില് ഈ സ്ത്രീയോട് ഈശോ സംസാരിക്കുമ്പോഴത്തേക്ക് ഈശോ മനുഷ്യകുലത്തോട് മുഴുവനുമാണ് സംസാരിക്കുന്നത്. തന്നോട് പരീക്ഷ നടത്തുകയും തന്നോട് കലഹിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ജനത്തോട് മുഴുവനുമായി ഈശോ നടത്തുന്ന സംഭാഷണമായത്. അപ്പൊ ഇവിടെ ഈ പറയാണ്, നീ പലരോടും വിശ്വസ്ത പുലർത്തി, നീ പലരെയും സമീപിച്ചു, നീ പല ദൈവത്തെ ആരാധിച്ചു എന്ന് മാത്രമല്ല ഇവിടെ പറയുന്നത്, നീ പലതിൻ്റെയും പുറകെ പോയി, പണത്തിന് പുറകെ പോയി, പ്രശസ്തിക്ക് പുറകെ പോയി, ആഡംബരങ്ങൾക്ക് പുറകെ പോയി, ലഹരിക്ക് പുറകെ പോയി. അങ്ങനെ 6 എന്ന് പറയുന്നത് ഒരു മോശപ്പെട്ട സംഖ്യയാണ് യഥാർത്ഥത്തിൽ. 666 നമുക്കറിയാം. അപ്പം നീ പല തിന്മകളുടെയും പുറകെ പോയി. പക്ഷെ അതൊന്നുമല്ല നിന്റെ മണവാളൻ. ഞാൻ ദാ ഇപ്പൊ ഇവിടെ ഉണ്ട്. നിന്നോട് കുടിക്കാൻ ചോദിച്ച ഞാൻ ആരെന്ന് നീ തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിൽ നീ എന്നോട് കുടിക്കാൻ ചോദിക്കുകയും ഞാൻ നിനക്ക് കുടിക്കാൻ ജലം നൽകുകയും ചെയ്തേനെ. അപ്പോൾ അവള് ചോദിക്കുക, ഈ കിണർ ആഴമുള്ളതാണ്, ഇതിന് എൻ്റെ കയ്യിൽ തൊട്ടിയില്ല, പിന്നെ നീ എങ്ങനെ വെള്ളം കോരി തരും എന്നൊക്കെ അവൾ ചോദിക്കുന്ന രംഗം വരുന്നുണ്ട്. വളരെ രസമായിട്ട് അവതരിപ്പിക്കുന്നത്. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഈ കിണറ്റിൻകരയിൽ നിന്ന് ഈശോ സംസാരിക്കാനായിട്ട് ഈ സ്ഥലം തിരഞ്ഞെടുത്തതിനും ഒരു പശ്ചാത്തലമുണ്ട്. ബൈബിളിൽ ഉൽപ്പത്തി 24-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, അബ്രഹാം റെബേക്കായെ കണ്ടുമുട്ടിയത് ഒരു കിണറ്റിൻകര വെച്ച. അവര് ഭാര്യ ഭർത്താക്കന്മാരാകുന്നു. യാക്കോബ് റാഹേലിനെ കണ്ടുമുട്ടിയത് ഉൽപ്പത്തി 29-ാം അധ്യായത്തിൽ അതൊരു കിണറ്റിൻകര വെച്ച.
പുറപ്പാട് 2-ാം അധ്യായത്തിൽ മോശ തൻ്റെ ഭാര്യയായ സിപ്പോറായെ കണ്ടുമുട്ടിയത് ഒരു കിണറ്റിൻകരയെ വെച്ചാ. അപ്പൊ ഇവിടെയെല്ലാം മണവാളൻ മണവാട്ടിയോട് ജലം ചോദിക്കുകയും മണവാട്ടി കുടിക്കുകയും ചെയ്യുന്ന സംഭവമാണത്. പക്ഷെ പുതിയ നിയമത്തിലേക്ക് എത്തുമ്പോൾ ഈ ദൈവജനത്തിന്റെ പ്രതീകമായ സമരിയാക്കാരി എന്ന് പറയുന്ന സ്ത്രീ അല്ല ക്രിസ്തുവിന്റെ മണവാട്ടി. സമരിയാക്കാരി ഒരു പ്രതീകമാണ്. ഈ ദൈവജനത്തിന്റെ പ്രതീകമായ സമരിയാക്കാരിയെ ഈശോ കണ്ടുമുട്ടുന്നത് കിണറ്റിൻകരയെ വെച്ചാണ്. ഈശോ പറയുന്ന ഇതാണ്, ഞാൻ നിനക്ക് കുടിക്കാൻ തരാം, നീ എനിക്ക് തരണ്ട, ഞാൻ നിനക്ക് കുടിക്കാൻ തരാം. അപ്പം ഈശോയുടെ പ്രണയം അങ്ങോട്ട് ദൈവജനത്തോട്, മനുഷ്യകുലത്തോട് ഈശോയ്ക്കുള്ള അനന്തമായ സ്നേഹം, പ്രണയം ഈശോ അവിടെ അവതരിപ്പിക്കുകയാണ്. ഈ യോഹന്നാന്റെ സുവിശേഷം മൊത്തം സ്നേഹമാണല്ലോ. നമ്മൾ ഇതിന്റെ യോഹന്നാന്റെ ലേഖനങ്ങളും സുവിശേഷം മൊത്തം സ്നേഹമാണ്. 2-ാം അധ്യായത്തിൽ കാനായിലെ കല്യാണം, 3-ാം അധ്യായത്തിൽ നിക്കോദെമോസുമായിട്ടുള്ള സംഭാഷണം, അതായത് കുറച്ചും കൂടി ഇന്റലക്ച്വൽ ലെവൽ, കുറച്ചും കൂടി ദൈവശാസ്ത്രപരമായിട്ട് എങ്ങനെ ജനത്തെ നേടാവുന്നുള്ളൊരു 3-ാം അധ്യായം എത്തുമ്പോഴത്തേക്ക് നമ്മളങ്ങനെ നിക്കോദെമോസിനെ കാണുന്നു. 4-ാം അധ്യായം എത്തുമ്പോഴത്തേക്ക് ഈശോ വളരെ പ്യുവറായിട്ട്, ഇങ്ങനെ വളരെ ഡയറക്റ്റ് ആയിട്ട് ഈശോയുടെ സ്നേഹം ഈശോ എക്സ്പ്രസ് ചെയ്യുക. അതാണ് ഈ സ്ത്രീയായിട്ടുള്ള സംഭാഷണം എന്ന് പറയുന്നത്. ഈശോ അങ്ങനെ ഇവളെ വീണ്ടെടുക്കാനായിട്ടുള്ള ശ്രമം നടത്തുകയാണ്. അപ്പൊ ഇവള് ഉത്തമ മണവാളനെ കണ്ടെത്തുന്നു, തൻ്റെ പിതാവായ ദൈവത്തിന് യഥാർത്ഥ ആരാധനയും കണ്ടെത്തുന്നു. അപ്പൊ അടുത്ത സംഭാഷണം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക. അവിടെ ഈശോയോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. 4-ാം 20-ാം വാക്യം, ആ മലയിലും ഈ മലയിലും ഒക്കെ ആരാധന നടക്കുന്നുണ്ട്. ഞങ്ങൾ സമരിയാക്കാർ ഗരസീമിലാണ് ആരാധന നടത്തുന്നത്, നിങ്ങൾ ഇസ്രായേലിൽ യഹൂദര് ജെറുസലേമിൽ ആരാധന നടത്തുന്നു. ഏതാണ് യഥാർത്ഥ ആരാധന? 4:23 ഈശോ പറയുകയാണ്, യഥാർത്ഥ ആരാധന ആത്മാവിനും സത്യത്തിനുമാണ്. ദൈവം ആത്മാവാണ്, ആത്മാവിനും സത്യത്തിൽ നടത്തുന്ന ആരാധനയാണ് യഥാർത്ഥ ആരാധന. അപ്പൊ യഥാർത്ഥ ആരാധനയിലേക്ക് വരിക, പിതാവായ ദൈവത്തെ തിരിച്ചറിയുക, യഥാർത്ഥ മണവാളിനെ കണ്ടെത്തുക, ക്രിസ്തുവായി എന്നെ സ്വീകരിക്കുക. അതായത് നിന്റെ രക്ഷകനായി, നിന്നെ രക്ഷിക്കാമെന്ന് അഭിഷേകം ചെയ്യപ്പെട്ടവനെ എന്നെ സ്വീകരിക്കുക. ഇതാണ് ഈശോ അവരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. കൃത്യമായിട്ട് ഈശോ ഇങ്ങനെ വ്യക്തമായി നീ എൻ്റെ സ്നേഹത്തിലേക്ക് തിരികെ വരിക എന്ന് മാടി വിളിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ ഈശോ ഇങ്ങനെ അവൾക്ക് കുടിക്കാൻ കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ യോഹന്നാന്റെ സുവിശേഷം അവസാനിക്കാറുമ്പോൾ നമ്മൾ വരെയും വായിക്കുന്നുണ്ട്. നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ്, ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് പറയാ, ഐ തേഴ്സ്റ്റ്, എനിക്ക് ദാഹിക്കുന്നു. അത് ഈ സ്നേഹത്തിന് വേണ്ടിയുള്ള ദാഹമാണ്, വെള്ളത്തിന് വേണ്ടിയുള്ള ദാഹമല്ല അർത്ഥത്തിൽ. നമ്മൾ എന്നിട്ട് അവിടെ വായിക്കുന്ന കാര്യമുണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തില് 19-ാം അധ്യായം 34-ാം വാക്യത്തിൽ നമ്മൾ വേറൊരു കാര്യം കൂടി വായിക്കുന്നുണ്ട്. വായിക്കുന്നത് എങ്ങനെയാണ്, പടയാളികളിൽ ഒരുവൻ അവന്റെ പാർശ്വത്തിൽ കുന്തം കൊണ്ട് കുത്തി, ഉടനെ അതിൽ നിന്നും രക്തവും വെള്ളവും പുറപ്പെട്ടു എന്നാണ് എഴുതിയിരിക്കുന്നത്. നമ്മൾ ഇന്നത്തെ 1-ാം വായന വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ പറയുന്നത്, അപ്പോൾ ഹോറേബിലെ പാറമേൽ അവൻ ഞാൻ നിൽക്കും, ആ പാറയിൽ അടിക്കണം, അപ്പോൾ അതിൽ നിന്നും ജനത്തിന് കുടിക്കാൻ വെള്ളം പുറപ്പെടും എന്നങ്ങനെ പറയുന്നത്. അങ്ങനെ ചെയ്തു, ഈ വെള്ളം പുറപ്പെടും എന്ന് അങ്ങനെ വാക്കുകയും. പക്ഷെ ഇതിന് ഗ്രീക്ക് ഭാഷയിൽ ദൈവശാസ്ത്രപരമായിട്ട് നമ്മൾ വായിക്കുമ്പോൾ അതിൽ ഉപയോഗിക്കുന്ന വാക്ക് എ സഡൻ മിറാക്കുലസ് ഫ്ലോ ഓർ എ ഗഷിങ് സ്ട്രീം എന്നാണ്. ഗഷിങ് സ്ട്രീം, ഈ ഗഷിങ് സ്ട്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടിപ്പുറപ്പെടുക എന്നുള്ളത്. നമ്മളിങ്ങനെ കിണറൊക്കെ ഇങ്ങനെ സ്ഥാനം നോക്കി കുഴിച്ചു വരുമ്പോഴത്തേക്ക് ഒരു പാറയിൽ തട്ടുമ്പോഴത്തേക്ക് അതിന് പൊട്ടി വെള്ളം പുറത്തേക്ക് വരുന്നു. അതിങ്ങനെ പൊട്ടിപ്പുറത്തേക്ക് ഒഴുകി വരുന്ന ഒരു സ്ട്രീം, ഒരു ലിവിങ്, അതിനെയാണ് ലിവിങ് സ്ട്രീം എന്ന്, ജീവജലം എന്ന് പറയുന്നത്. ജീവിക്കുന്ന ജലം, ലിവിങ് വാട്ടർ എന്നൊക്കെ പറയുന്നതിന്റെ കാരണം, ജീവജലം എന്ന് പറയുന്നതിന് ഉപയോഗിക്കുന്നത് ഇങ്ങനെയാണ്, ഒഴുകുന്ന ജലം, പൊട്ടിപ്പുറത്തേക്ക് ഒഴുകി വരുന്ന ജലം. ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന ജലത്തെ അല്ല ജീവനുള്ള ജലം എന്ന് പറയുന്നത്, പൊട്ടിപ്പുറത്തേക്ക് ഒഴുകുന്ന ജലത്തെയാണ് ജീവനുള്ള ജലം എന്ന് പറയുന്നത്. അപ്പൊ ഈശോയുടെ തിരുവിലാവിൽ നിന്നും പുറത്തേക്ക് രക്തം ഒഴുകിയതിനെ കുറിച്ച് നമ്മൾ മലയാള ബൈബിളിൽ ഇങ്ങനെ പുറപ്പെട്ടു, ഇങ്ങനെ അതിൽ നിന്നും രക്തവും വെള്ളവും പുറപ്പെട്ടു എന്ന് എഴുതിയിരിക്കുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ പറയുന്നത് ഇങ്ങനെ അളപൊട്ടി പുറത്തേക്ക് ഒഴുകുന്നുള്ള രീതിയില്ല. ഗഷിങ് സ്ട്രീം എന്നാണ് അതിൻ്റെ ഗ്രീക്ക് മൂല ഭാഷയിൽ നിന്ന് നമ്മൾ എടുക്കുന്നൊരു അർത്ഥം. അതിനർത്ഥം, നിന്റെ ദാഹം ശമിപ്പിക്കാൻ വേണ്ടി എൻ്റെ സ്നേഹം ഇതാ അണപൊട്ടി പുറത്തേക്ക് ഒഴുകുന്നു. നമുക്കൊരു വാക്യം കൂടി ചേർത്ത് ചിന്തിച്ചിട്ട് ചിന്തകൾ അവസാനിപ്പിക്കാവുന്നേ ഉള്ളൂ. അതിങ്ങനെയാണ്, യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 38-ാം വാക്യം, എന്നിൽ വിശ്വസിക്കുന്നവൻ, ഞാൻ പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നവൻ, അവന്റെ ഹൃദയത്തിൽ നിന്നും ജീവജലം അണപൊട്ടി പുറത്തേക്ക് ഒഴുകും. എന്നിൽ നിന്ന് ഒഴുകുന്ന പോലെ നിന്നിൽ നിന്ന് ഒഴുകും. അപ്പൊ എന്നെ സ്നേഹിക്കാനായിട്ട് നീ തുടങ്ങിക്കഴിഞ്ഞാൽ നിന്റെ ഹൃദയത്തിൽ നിന്നും എൻ്റെ ഹൃദയത്തിൽ നിന്നും രക്തവും ജലവും പുറത്തേക്ക് ഒഴുകിയ പോലെ തന്നെ നിന്റെ ഹൃദയത്തിൽ നിന്നും രക്തവും ജലവും പുറത്തേക്ക് ഒഴുകും. ഇതാണ് കാണാൻ സാധിച്ചത്. അതായത് സ്നേഹം പുറത്തേക്ക് ഒഴുകും. നമ്മൾ ഓർക്കേണ്ടത്, ഈ ഡിവൈൻ മാസിയായിട്ടൊക്കെ ബന്ധപ്പെട്ട് രക്തവും ജലവും നമ്മൾ എപ്പോഴും ഇങ്ങനെ ഈശോയുടെ രാവിലെ നിന്ന് ഒഴുകുന്ന നമ്മൾ കാണിക്കുന്നുണ്ട്. അതിങ്ങനെ പല അർത്ഥങ്ങൾ പറയാം. അതിന് ഈശോയുടെ മരണത്തിന്റെ
ഉറപ്പാണ് ജലവും കൂടെ പുറത്തേക്ക് ഒഴിയെന്ന് പറയുന്നത്. മറ്റൊന്ന് പറയുന്നത് രക്തം ദിവ്യകാരുണ്യത്തെയും ജലം ജ്ഞാനസ്നാനത്തെ സൂചിപ്പിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ആകെത്തുകയായി ഈ രക്തവും ജലവും എല്ലാ കുദാശകളെയും സൂചിപ്പിക്കുന്നു പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ യേശുവിൻ്റെ മനുഷ്യകുലത്തോടുള്ള അടങ്ങാത്ത സ്നേഹത്തിൽ അണപൊട്ടി പുറത്തേക്ക് ഒഴുകിയ കാര്യത്തെയാണ് നമ്മൾ കൂദാശകൾ എന്ന് വിളിക്കുന്നത്. അതാണ് കൂദാശകൾ. അപ്പം നമ്മൾ 2-ാം വായനയിൽ റോമാക്കാരുടെ എഴുതി നമ്മൾ പറഞ്ഞു, പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു, ഒഴുകിയിറങ്ങുകയാണ്. അപ്പം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട്, പരിശുദ്ധാത്മാവ് അണപൊട്ടി പുറത്തേക്ക് ഒഴുകിക്കൊണ്ട് ഈശോയുടെ സ്നേഹം മനുഷ്യകുലത്തിന് നൽകപ്പെട്ടു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത്. ഇങ്ങനെ വളരെ അർത്ഥവത്തായൊരു ഞാനിങ്ങനെ ചിന്തിക്കുക, നമ്മൾ നിക്കോദേമോസുമായിട്ട് ഈശോ സംസാരിച്ച പ്യൂർലി തിയോളജി എന്നൊക്കെ നമുക്ക് പറയാവുന്നൊരു ഭാഗമുണ്ട്. അതാണ് 3-ാം അധ്യായം. പക്ഷെ ഈ 4-ാം അധ്യായത്തിലേക്ക് എത്തുമ്പോഴത്തേക്ക് സമരിയാക്കാരിയോട്ട് ഈശോ സംസാരിക്കുമ്പോഴത്തേക്ക് അതിനേക്കാൾ വലിയ ദൈവശാസ്ത്രമാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കൊച്ചു വർത്തമാനം പോലെയൊക്കെ നമുക്ക് തോന്നും. കിണറ്റിൻകരയിൽ നിന്ന് നട്ടുച്ച നേരത്ത് ഒരു സ്ത്രീയുമായിട്ട് ഈശോ നടത്തുന്നൊരു കൊച്ചു വർത്തമാനം, പക്ഷെ അതിൻ്റെ ആഴം ഭയങ്കരമാണ്. അതിൽ ഇത്രയും വലിയ ഈശോയുടെ ഭയങ്കരമായ സ്നേഹം നമുക്ക് വേണ്ടി കൂദാശയിലൂടെ നൽകും എന്ന് ഈശോ ഉറപ്പ് നൽകുന്ന സംഭവമാണ് നമ്മളിവിടെ ഈ സുവിശേഷഭാഗത്ത് വായിക്കുന്ന അർത്ഥത്തിൽ ഇവളോട് പറയുന്നത്, ഞാൻ നിനക്ക് കുടിക്കാൻ നൽകും എന്ന് പറയുന്ന ഭാഗത്തിലൂടെ നമ്മൾ മനസ്സിലാണ്. അപ്പോൾ യഥാർത്ഥ മണവാളനെ കണ്ടെത്തുക, യഥാർത്ഥ ആരാധനയിൽ ഏർപ്പെടുക. യഥാർത്ഥ മണവാളനെ കണ്ടെത്തുക, യഥാർത്ഥ ആരാധന. മാസായിക്കും മെറീബായ്ക്കും ഓപ്പോസിറ്റ് ആയത്. മാസ എന്ന് പറയുന്നത് പരീക്ഷിച്ചു, മെറീബ എന്ന് പറയുന്നത് കലഹിച്ചു. യഥാർത്ഥ മണവാളനെ പരീക്ഷിച്ചറിഞ്ഞിട്ട് മനസ്സിലാക്കി യഥാർത്ഥ മണവാളനെ ഉൾക്കൊള്ളുക. യഥാർത്ഥ ആരാധനയിൽ ഏർപ്പെടുന്നതിൻ്റെ പേരിൽ എല്ലാ കലഹങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുക, കലഹങ്ങളെ അതിജീവിക്കുന്ന യഥാർത്ഥ ആരാധനയിൽ പ്രവേശിക്കുക. അപ്പം ഇതാണ് ഈ സുവിശേഷഭാഗം നമ്മൾ വായിക്കുന്നത്. നമ്മുടെ തപസ്സാചരണത്തിലെ 3-ാമത്തെ ആഴ്ചയിലെത്തുമ്പോൾ യഥാർത്ഥ ആരാധനയിലേക്ക് കടക്കുവാനും യഥാർത്ഥ മണവാളനെ പ്രണയിക്കുവാനും ഈശോയെ പ്രണയിക്കുവാനുമുള്ള ആഹ്വാനമാണ് നമുക്ക് ഈ സുവിശേഷഭാഗത്തിൽ നിന്ന് സ്വീകരിക്കേണ്ടതായിട്ടുള്ളത്. അതിന് ഉള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ഇനിയുള്ള ദിവസങ്ങൾ ഈ യഥാർത്ഥ ആരാധനയ്ക്കും ഉത്തമ മണവാളനും വേണ്ടി മാറ്റിവെക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. ദൈവമേ അനുഗ്രഹിക്കട്ടെ.